കഴിഞ്ഞ 4-ാം തീയതി രാവിലെ കോറോ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് അവരുടെ ഹയർ ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് HR വന്നിട്ട് നിങ്ങളെല്ലാം 3 മണിക്ക് പിരിഞ്ഞു പോയിക്കൊള്ളണം, നിങ്ങളെ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് എന്നാണ് ആദ്യം കിട്ടിയ ഒരു വാർത്ത. ഈ വാർത്തയെ തുടർന്ന് കുട്ടികള് കുറച്ചുപേര് എന്നെ വിളിക്കുകയും ഞാൻ അപ്പോൾ തന്നെ ലേബർ ഓഫീസിൽ ബന്ധപ്പെടുകയും അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ അവിടെ എത്തുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും അവിടെ എത്തുകയൊക്കെ ചെയ്തിട്ട് മീറ്റിംഗ് നടത്തുകയുണ്ടായി. മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഹയർ ഒഫീഷ്യൽസിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കണം, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന ഒരു തീരുമാനത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് രാവിലെ അവർക്ക് 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല, 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. 10-ാം തീയതിയോ അല്ലെങ്കിൽ അതിന് അടുത്ത ഒരു ദിവസമോ കൺവീനിയന്റ് ആയിട്ടുള്ള ദിവസം അവരെ അറിയിക്കുകയാണെങ്കിൽ ആ ദിവസം അവർ വന്നിട്ട് ഗവൺമെന്റുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള ഒരു മെയിൽ വരികയുണ്ടായി. നമ്മളത് ഒട്ടും വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് 10-ാം തീയതി തന്നെ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തോളാം എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 6-ാം തീയതി നമ്മൾ ആദ്യം പറഞ്ഞത് പ്രകാരം ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ലേബർ ഓഫീസറും എല്ലാം വന്നിട്ട് ഇന്ന് കുട്ടികളുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മളുടെ കുട്ടികള് കുറെ പേര് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ ആരെയും ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ലീഗൽ അഡ്വൈസർ മിസ്റ്റർ ആമിറാണ് ഇവിടെ വന്നിരിക്കുന്നത്.